ഇപ്പോൾ വരുന്നൊരു വാർത്ത. കണ്ണൂരിൽ തളിപ്പറമ്പിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടുമം സ്വദേശി നാരായണിയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 26-ാം തീയതി നാരായണിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഏത് പാമ്പാണ് കടിച്ചത്? ആന്റിവെനം കൊടുക്കാൻ കൃത്യസമയത്ത് സാധിച്ചിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? അർജുൻ കല്യാട്, കേൾക്കാമോ? പാമ്പ് കടിയേറ്റ് മരിച്ചു. 26-ാം തീയതിയാണ് നാരായണിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാരായണി മരിച്ചത്. വീണ്ടും ഒരു പാമ്പ് കടിയേറ്റുള്ള മരണം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനും ആന്റിവെനം കൊടുക്കാനും ഒന്നും പറ്റിയിരുന്നില്ലേ? ഡോക്ടർ അരുൺ, ആ സമയത്ത്, അതായത് കഴിഞ്ഞ മാസം 26-ാം തീയതി ഈ പാമ്പ് കടി ഏറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആരോഗ്യസ്ഥിതി അതിനിടയിൽ വഷളാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. വീടിന് സമീപത്ത് നിന്ന് തന്നെയാണ് നാരായണിക്ക് കടിയേറ്റത്. മൂർഖന്റെ കടിയാണ്. മൂർഖൻ പാമ്പാണ് നാരായണിയെ അന്ന് കടിച്ചത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ നാരായണി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അവിടെ ചികിത്സയിൽ കഴിയുന്നതിന് ആരോഗ്യസ്ഥിതി വഷളാവുകയും അതിന് ഇടയിൽ മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീടിനോട് ചേർന്നുള്ള സമുദായ ശ്മശാനത്തിൽ നാരായണിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്തായാലും സംസ്ഥാനത്ത് ഒരാൾ കൂടി പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയാണ് എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. വീടിന് സമീപത്ത് നിന്ന് തന്നെയാണ് നാരായണിയെ പാമ്പ് കടിച്ചത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചുറ്റുപാടും ഇഴജന്തുക്കളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്നും മഴ പെയ്തപ്പോൾ ചെറിയൊരു ആശ്വാസമായി. പക്ഷേ എന്നാലും ഇതുങ്ങൾ ഈ നമ്മൾ പടിയിലോട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ അതിൻ്റെ ചൂടിൽ കയറിയിരിക്കും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്നവർ രാത്രികാലമായാൽ കയ്യിൽ ടോർച്ചോടുകൂടി മാത്രം ഇറങ്ങുക.